ഹലോ മേഗസ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ നേരെ നമ്മൾ എഴുന്നേറ്റു. ഇപ്പോൾ ഒരു 1:30 എങ്ങാണ്ടായി. നമ്മൾ രാവിലെ തന്നെ നേരെ ഇനി പളനിക്ക് പോകാനുള്ള പരിപാടിയാണ്. പളനിക്ക് പോയി സെറ്റാകണം. പളനിക്ക് പോകാൻ വേണ്ടി സെറ്റാക്കാനുള്ള പരിപാടിയാണ്. എല്ലാവരും എഴുന്നേറ്റ്. നമ്മൾ എഴുന്നേറ്റ് പല്ലൊന്നും തേച്ചില്ല. എഴുന്നേറ്റപ്പോൾ തന്നെ പിന്നെ വൈദ്യയുടെ കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ പോകാനുള്ളതൊക്കെ സെറ്റാക്കണം. അപ്പോൾ ഇനി പോകണ വഴിക്ക് കാണാം. അനിയത്തി എല്ലാവരും കുളിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞാണ് എനിക്ക് കുളിക്കാൻ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിതേ കുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുളിച്ചു റെഡി ആയിട്ടുണ്ട്. അനിയത്തി കുളിച്ചു, അവിടെ മുടി ചെയ്യിക്കൊണ്ട് ഇരിക്കണം. അപ്പോൾ അതെ ഞാൻ എൻ്റെ പച്ച ഷൂ ഒക്കെ ഇട്ട്, പക്ഷേ പച്ച ക്രോക്സ് ഇട്ട് റെഡി ആയി ഈ വണ്ടിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ചെറിയ കടയിൽ കയറി അവിടെ ചായ കുടിക്കാമെന്നൊക്കെ ഓർത്തു. അപ്പോൾ നൈറ്റ് ഇവിടെ വേറെ ഒന്നുമില്ലായിരുന്നു. ചായയും കഴിച്ചു. ഇത് അനിയത്തി ഇരിപ്പുണ്ട്. എല്ലാവരും ഉണ്ട്. എല്ലാവരും ഏതാണ്ടൊക്കെ തന്നു. അച്ഛനപ്പുറത്ത് ഒരു സീറ്റൊക്കെ വിളിക്കുന്നു. പിന്നെ പോണ വഴിക്ക് ഞങ്ങൾ ചെറുതായിട്ട് വേറൊരു കടയിൽ നിർത്തി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കൊണ്ട് പോയി. ദോശ ഉണ്ടായിരുന്നു, പിന്നെ കട്ടൻ ചായ ഇട്ടുകൊണ്ട് പോയി. അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിച്ചു. പിന്നെ അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ വണ്ടി ചെറുതായിട്ട് വേറൊരു വണ്ടി വന്നപ്പോൾ അവിടെ ചെറുതായിട്ട് വണ്ടി ഒന്ന് പാളി. അതാണ് ആദ്യം കണ്ടത്. അപ്പോൾ അതേ വണ്ടി പാളി. കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു, അവരൊക്കെ സഹായിച്ച് നമ്മൾ അവിടുന്ന് കല്ലൊക്കെ ഇട്ട് വണ്ടി തള്ളിക്കയറ്റി. പിന്നെ നമ്മളപ്പോൾ ഒന്ന് നോക്കി നമ്മുടെ വ്ളോഗ് എടുത്തു. വണ്ടി കയറി കഴിഞ്ഞാൽ തെറിയൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ മൈൻഡ് ചെയ്തില്ല. നമുക്കറിയാലോ നമ്മൾ മൈൻഡ് ചെയ്തില്ല. വണ്ടിക്ക് ഇതാണ് പറ്റിയത്. വണ്ടി ഇവിടെ കല്ലിട്ട് ചുള്ളിലേക്ക് കയറിപ്പോയി. പിന്നെ പോകണമൊക്കെ ഞങ്ങളുടെ മയിലിനെ കണ്ട് അവിടെ ഇറങ്ങിയതാണ്. കുറേ മയിൽപ്പീലിയിട്ട് അതൊക്കെ പിറകെ വീട്ടിൽ കൊണ്ടുവന്നു. പോലീസൊന്നും കണ്ടില്ല ഭയത്തിന്. പിന്നെ അവിടെ നമ്മൾ നേരെ ചെന്നത് ഗൈസ് ഈ കടയിൽ കയറി. പിന്നെ ഒരു ചായയും കുടിച്ചു. കുറേ കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഓർത്തു. അത് കഴിഞ്ഞ് അവിടെ ചായ കുടിച്ച് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പിന്നെ ഞങ്ങൾ ചെന്നു. ഏതാണ്ടൊക്കെ നോക്കി കണ്ടു. കുറേ കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ ഇറക്കി കഴിഞ്ഞപ്പോൾ അതേ ഒരു മറ്റേ കുരങ്ങനെ കണ്ടു. ആ കുരങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം അതിന് അനിയത്തി ഒരു ബിസ്ക്കറ്റ് കൊടുത്തു. അത് അനിയത്തി കൊടുത്താണ്. ബിസ്ക്കറ്റല്ല, കേക്കാണ്. ഞാൻ കൊടുക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഞാൻ പിന്നെ കൊടുത്തില്ല. ഞാൻ വീഡിയോ പിടിച്ചു. അനിയത്തി ആ കേക്കും കൊടുത്തു. ഞങ്ങളത് കഴിഞ്ഞ് നേരെ വണ്ടിയിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകണ വഴിക്ക് ഞങ്ങളൊരു പട്ടിയൊക്കെ ഉള്ള സ്ഥലത്ത് നിന്നു. ഇവിടെ കുറേ കുതിരയും പട്ടിയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മൊത്തം ഒന്നും എടുക്കാൻ പറ്റില്ല. കുറച്ച് നേരത്തേക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെയൊക്കെ കണ്ടു, അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഈ ലാവിനെ കാണാൻ ഇത് നല്ല കമ്പനിയായിരുന്നു. പിന്നെ അതിനോട് കുറേ അടുത്താണ് കൊണ്ടുപോയി. ഈ കുതിരേനെ തുടരണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ നോട്ടം കണ്ടത് പേടിച്ചു പോയി. പിന്നെ പക്ഷേ ഇത് കഴുതേനെ ഞാൻ നേരിട്ട് കണ്ടില്ല. പിന്നെ ഞാൻ വീട്ടിൽ കുറേ ഉണ്ടെങ്കിലും ഇപ്പോൾ ഇതിനെയാണ് കാണുന്നത്. പിന്നെ ഇത് ആ നിൽക്കണ കുതിര അത് ഇച്ചിരി വീരനാണെന്ന് തോന്നുന്നു. എന്നെ പിന്നെ എല്ലാവരും കെട്ടി കാലിലും കയ്യിലും കെട്ടിയിട്ടുണ്ട്. പിന്നെ എന്നെയും കണ്ടു. കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ആ പട്ടിയുടെ അടുത്തേക്ക് ഒന്ന് പോകാൻ ഓർത്തു. അതിനെ കണ്ടു. അതിനെ ഒന്ന് പിന്നെ തലോടിയിട്ട് അതിനെ ഒന്ന് കളിപ്പിച്ചിട്ടൊക്കെ ഞാൻ നേരെ വണ്ടിയിലേക്ക് വരാൻ ഓർത്തു. പിന്നെ നേരെ അതിൻ്റെ അടുത്ത് നിന്ന് നേരെ ഞാൻ പിന്നെ വണ്ടിയിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ നേരെ പളനി ചെന്നു. അവിടുന്ന് ആദ്യം തന്നെ ഒരു റൂം എടുത്തു. റൂം എടുക്കണ വീഡിയോ ഒക്കെ എടുക്കാൻ നിർത്തപ്പോൾ തന്നെ ഫോണിൽ ചാർജിലായി. നമുക്കത് 206-ാമത്തെ റൂമാണ് കിട്ടിയിരിക്കുന്നത്. 2-ാം നിലയിലാണ്. പിന്നെ ആ റൂമിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കയ്യിലാണ് കീ തന്നത്. അപ്പോൾ നേരെ ഒന്ന് റൂം കണ്ടുപിടിച്ച് വാതിൽ തുറന്നു. ഞാൻ പട്ടി റൂമാണെന്ന് ഓർത്ത് തമിഴ്നാടായിരുന്നു, പക്ഷേ നല്ല റൂമായിരുന്നു. അവിടെ ഒരു ഗ്ലാസ് ഉണ്ട്, അതിനകത്തൊരു മിററുണ്ട്. പക്ഷേ ബാത്റൂം ഇച്ചിരി ശോകമായിരുന്നു. കുഴപ്പമില്ല എന്നാലും. നേരെ ബാത്റൂം തുറന്ന് നോക്കി. ആദ്യം തന്നെ നമുക്കതാണല്ലോ മുഖ്യം. പച്ച വീട്ടിലാണതിന് മുമ്പ് അത് തന്നെ തുറന്ന് നോക്കി. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോകണ്ട. പിന്നെ കാര്യമാക്കില്ല. കണ്ണാടിയൊക്കെ മുടിയൊക്കെ ചീക്കി. പിന്നെ ഫോണിൽ ചാർജില്ലായിരുന്നു, അതൊക്കെ കുത്തിയിടാൻ പോയി. പിന്നെ അവിടുന്ന് ഈ ഡ്രസ്സൊക്കെ മാറി അവരവരുടെ പരിപാടിയൊക്കെ പോയി. പിന്നെ ഞാൻ ആ കണ്ണാടിയിൽ നോക്കിയൊന്ന് മുടിയൊക്കെ ചെയ്യും. പിന്നെ ഞാനും ചേട്ടനോട് അമ്മയൊന്ന് പുറത്ത് നോക്കണം പറഞ്ഞു. ഞങ്ങളെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങി. കുറേ നേരം നടന്നു. അപ്പോൾ കുറേ പേരൊക്കെ കണ്ടു. ചേട്ടൻ്റെ ഇതാണ് ചേട്ടൻ. ഇവനും ഞാനും കൂടെ നടന്നു. ആദ്യം ബൈക്കിന് പോകാമെന്നൊക്കെ ഓർത്തു, പക്ഷേ ബൈക്ക് നമുക്കില്ലല്ലോ, നമുക്ക് ഓടിക്കാനും അറിയില്ലല്ലോ. പിന്നെ കണ്ട കുതിരേനെയും കണ്ടു. പിന്നെ ഞങ്ങൾ കറങ്ങി വഴി തെറ്റിപ്പോയി ജസ്റ്റ്. പിന്നെ ഇവരെ എടുത്ത് കാണിക്കുന്നതാണ് ശിവരി മേത്ത് ചാട്ടവാറിനടിച്ചിട്ട് പൈസ ചോദിക്കുന്ന ആൾക്കാരില്ല, അതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ അത് ഞങ്ങളുടെ വഴി തെറ്റിപ്പോയി. പിന്നെ അമ്പലത്തിലേക്ക് പോകണ വഴിയൊക്കെയാണ്. നമുക്ക് അമ്പലത്തിനകത്തേക്ക് ഫോൺ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ പകുതി വീഡിയോ ഒക്കെ എടുക്കാൻ നിർത്തും. അതെ ഇവിടെ നമ്മൾ ഫോൺ വെക്കണം. അപ്പോൾ അമ്മ ഫോൺ കൊണ്ടുപോയില്ല തന്നെ. ഇവിടെ നമ്മൾ ഫോൺ കൊടുത്തിട്ട് വേണം പോകാൻ. കാരണം അറിയില്ല. പിന്നെ അവിടെ ഫോണും കൊടുത്തിട്ട് പോയി. മല കയറി തിരിച്ച് ക്ഷീണിച്ച് വന്നു. ടയർഡായിട്ടിരിക്കുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നു. എല്ലാവരും വീഡിയോ കൊടുത്തു. ഇപ്പോൾ കണ്ടതാണ് എൻ്റെ അമ്മ. പിന്നെ എല്ലാവരും ഉണ്ട്. അവരൊക്കെ എന്തോ പരിപാടിയായിട്ട് പോകുന്നു. ഇനി കഴിക്കാൻ പോകണം. അപ്പോൾ നമ്മളിത് കഴിക്കാൻ പോവുകയാണ് ഇനി. നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോൾ ഓർക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് കഴിപ്പ് മാത്രമേ ഉള്ളല്ലോ, പക്ഷേ കഴിപ്പ് മാത്രമല്ല, അതിനകത്ത് കുറേ പരിപാടിയുണ്ട്. അത് എടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ എന്തേ ഇതിപ്പോൾ എൻ്റെ നെഞ്ചത്തേക്ക് വീഴുമെന്ന് ഓർത്തത്. പുള്ളി ഒരു ബിരിയാണി അറിയാതെ ഓർഡർ ചെയ്ത ഒരു സാധനമായിപ്പോയി. അനിയത്തി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അത് കഴിച്ച് മൊത്തം കിളിയും പോയി. അതിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. വയറുവേദനയെടുത്ത് എനിക്കാണ് ഫുഡ് പോയ്സണും അടിച്ച് സീനായി. പിന്നെ അവിടെ നേരെ രാവിലെ നമ്മൾ ഇറങ്ങാനുള്ള പ്ലാനാണ്. നമ്മളവിടെ നിന്ന് രാവിലെ ഇറങ്ങി. പിന്നെ നമ്മളോട് ഇതുപോലത്തെ ഒരു സ്കൂൾ ബസ്സൊക്കെ പോയി. നമ്മൾ തന്നെ അതിനകത്ത് പെമ്പിള്ളേരൊക്കെ നോക്കിയിരുന്നു. അതിന് നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ തന്നെ അച്ഛൻ കാർ ഓടിക്കാൻ വേണമെന്ന് ചോദിച്ചു. പിന്നെ കാർ ഓടിക്കാൻ അറിയാൻ പാടില്ലാത്ത നമ്മൾ കാർ ഓടിക്കാൻ പോയില്ല. ടോളിൽ ചെന്നു. ടോളിൽ നമുക്ക് പൈസ കൊടുക്കേണ്ടി കാരണം നമുക്ക് ഫാസ്റ്റാഗ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ 2 കരിക്കൊക്കെ മേടിച്ച് കുടിച്ചു. എല്ലാവരും കരിക്ക് കുടിച്ചു, പക്ഷേ ചിലർ വെള്ളമുള്ളതും ചിലർ തേങ്ങയുള്ളതൊക്കെ മേടിച്ച് തന്നു. കരിക്കുള്ളത് മേടിച്ച് കഴിച്ചു. അണ്ണത് വെട്ടി തന്നു. പിന്നെ നമ്മളതും കഴിച്ചു. ഒരു കരിക്കിന് 50 രൂപ, ഭയങ്കര വിലയായിരുന്നു. എന്നെ ചെയ്യാനാ. പിന്നെ അതും കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പേരക്കയിൽ മറ്റേ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് തിന്നില്ലേ, ആ സാധനം ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. ചേട്ടന് പിന്നെ വീഡിയോ കയറാൻ താല്പര്യമില്ല എന്ന് അവൻ പോയി. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ദേ ഇങ്ങോട്ട് വന്നു. ഇവിടെ പമ്പാണ്. പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറ്റിയതല്ല, വേറൊരു അത്യാവശ്യ കാര്യത്തിന് കയറിയത്. പിന്നെ അവിടെ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നേരെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്ത് പോയി. ഇതൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ടല്ല ബാക്ക് സൈഡാണ്. ഇവിടെ നിന്ന് ടോയ്ലറ്റൊക്കെ പോയി സെറ്റായി. വീഡിയോയ്ക്ക് എന്തോ പറ്റി അപ്പോഴത്തേക്കും. പിന്നെ ഇവിടുത്തെ ബിരിയാണി മേടിച്ചു. ഇവിടെ അതിനേക്കാളും വലിയ ശോകമായിരുന്നു. അല്ല, മറ്റേ ആദ്യം കഴിച്ചതിനേക്കാളും നല്ലതായിരുന്നു, പക്ഷേ ഇവിടെ നമ്മൾ വിചാരിച്ച അത്ര ഇതെത്തില്ല. ഇവിടുത്തെ മറ്റേ കൈ കഴുകാനുള്ള സിങ്ക് കണ്ടപ്പോൾ തന്നെ ഇതെല്ലാം പോയി. പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കേരളം വരെ വരണമെന്ന് വെച്ചാൽ ചത്തുപോകും.
അതുകൊണ്ട് കിട്ടിയതും കഴിച്ചു. അവിടുന്നും പോയി കയ്യും കഴുകി, പിന്നെ വൃത്തിയായിട്ട് കയ്യും കഴുകി അത് കാണിച്ചിരുന്നു. പിന്നെ കണ്ണാടിയിലൊക്കെ നോക്കി കയ്യും കുടഞ്ഞ് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവർക്കൊരു കുതിരവണ്ടി അല്ല, ഈ പിള്ളേർ കളിക്കുന്ന സാധനമില്ല സ്പ്രിങ് വെച്ചുള്ള, അനിയത്തി അവിടെ നിന്ന് ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതൊക്കെ കുറച്ച് നേരം ഇരുന്ന് ആടി. നല്ല രസമുണ്ടായിരുന്നു ആടാൻ. വീഴുമെന്ന് ഓർത്ത് വീണൊന്നുമില്ല. പിന്നെ ഇതൊക്കെ പണ്ടത്തെ ഒരു ഓർമ്മകളല്ലേ, നൊസ്റ്റാൾജിയ. എന്നിട്ട് ഇരുന്ന് ആടി. അവിടെ നിന്ന് വരെ ഞങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. മുന്തിരിത്തോട്ടത്തിൽ കുറേ മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തൊടാൻ പാടില്ല, തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, തൊട്ട് കഴിഞ്ഞാൽ 500 പിഴ, അതിനകത്ത് ഒരെണ്ണം പോലും പറിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ ഈ പച്ച ചെരുപ്പാണെന്ന് കാണിച്ചു തന്നു. പിന്നെ എല്ലാവർക്കും പിന്നെ മുന്തിരിയെ കാണിച്ചു കൊടുത്തു. മുന്തിരിത്തോട്ടത്തിൽ കുറേ മുന്തിരി ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് മേടിക്കാൻ വേണമെങ്കിൽ, പക്ഷെ നമ്മൾ പറിക്കാൻ പാടില്ല. പിന്നെ ഇതേന്ന് പറഞ്ഞാൽ പറിക്കാൻ എടുത്താൽ പറിച്ച് താഴെയും പോയിട്ടുണ്ടായിരുന്നു. അത് തിന്നാൻ പറ്റിയില്ല. പിന്നെ ഇങ്ങോട്ട് കയറാൻ പോയതിന് അവിടെ നിന്ന് ചേച്ചി തിരിച്ചു വിളിച്ചു, കയറാൻ പാടില്ല കയറാൻ പാടില്ല കയറാൻ പാടില്ല. പിന്നെ അതൊക്കെ ഓക്കെ പറഞ്ഞത്, ഇവിടെ നിന്ന് ചേച്ചി വരെ ഒരുക്കുന്നുണ്ട്, നമുക്കത് 40 രൂപ ജ്യൂസ് നമുക്ക് അപ്പം തന്നെ വേണം ജ്യൂസ് അടിച്ച് തരും. പിന്നെ ഏതാണ്ടൊക്കെ അതിൻ്റെ തരും. അപ്പോൾ പിന്നെ പോപ്കോൺ ഉണ്ട്, മുന്തിരിയല്ല സാധാ പോപ്കോൺ. പിന്നെ അവിടുന്ന് ചേച്ചിമാർ ഇത് ആവശ്യമില്ലാത്ത അങ്ങേറ്റത്തോണ്ട് കളയും. പിന്നെ അവിടുന്ന് പിന്നെ ഇറങ്ങി നമ്മുടെ കേരളത്തിൽ നിന്നിട്ട് ഒരു അൽഫാം മന്തി മേടിച്ചു. ഇവർക്കാർക്കും വീഡിയോ വരാൻ താല്പര്യമായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. നമ്മൾ വീട്ടിലേക്ക് വന്ന് ഇവിടെ കുട്ടപ്പായി വീരം കിടന്ന് വേളമൊക്കെ ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ രാവിലെ തൊട്ട് കണ്ടില്ലെങ്കിൽ ഇവനിങ്ങനെയാണ്. ഇപ്പോൾ രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് വന്നാലും ഇങ്ങനെ തന്നെയാണ് വേളം വെക്കുന്നത്. നമുക്ക് ശീലമായിട്ട് കുഴപ്പമില്ല, പക്ഷെ പുറത്തുനിന്ന് പറഞ്ഞാൽ അവർക്ക് ഇവന് ഭയങ്കര സ്നേഹമാണ്. പിന്നെ വീട്ടിൽ കാണുന്നില്ല, ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഫോളോവും എല്ലാം ചെയ്യണം കേട്ടോ, മറക്കരുത്.